നമസ്കാരം. തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ ശരിയത്ത് നിയമം നടപ്പാക്കുന്നതായി ആക്ഷേപം ഉയരുന്നു. റംസാനോടനുബന്ധിച്ച് ഒരു മാസക്കാലം മുസ്ലിം ജീവനക്കാർക്ക് ജോലി സമയം വൈകിട്ട് 4 മണി വരെ ആക്കിയ സർക്കാർ ഉത്തരവാണ് വിവാദമായിരിക്കുന്നത്. എല്ലാ സർക്കാർ മുസ്ലിം ജീവനക്കാർ, ടെക്കികൾ, കരാർ ജീവനക്കാർ, കോർപ്പറേഷൻ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്കും റംസാൻ മാസമായ മാർച്ച് 2 മുതൽ 31 വരെ 4 മണിക്ക് ശേഷം പ്രാർത്ഥനയ്ക്കായി പോകാമെന്നാണ് വിവാദ ഉത്തരവിൽ പറയുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള തരം താണ നടപടിയാണിതെന്ന് പാർട്ടി ആരോപിച്ചു. ഇത് ശക്തമായി എതിർക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് IT സെൽ തലവൻ അമിത് മാളവ്യ പറഞ്ഞു. ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നടപടിയെ നേതാവ് മുരളീധരൻ റാവു അപലപിച്ചു. മുസ്ലിങ്ങൾ പാലിക്കേണ്ട ആത്മീയ, മാനസിക, ശാരീരിക പെരുമാറ്റത്തിനുള്ള ഭരണതത്വങ്ങൾ വിശദീകരിക്കുന്ന ഒരു മത നിയമമാണ് ശരീഅത്ത് നിയമം. മുസ്ലിങ്ങൾക്കുള്ള ദൈവത്തിന്റെ കൽപ്പനയായി കണക്കാക്കപ്പെടുന്ന ശരീഅത്ത് നിയമം അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥയാണ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമെന്നിരിക്കെ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ട കാര്യമില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് നടപ്പിൽ വരുത്തേണ്ട നിയമം ഭരണഘടനയിലുള്ളതാണ്. അല്ലാതെ ഒരു പ്രത്യേക മതത്തിന്റെ ചട്ടക്കൂട് അനുസരിച്ച് അവിടുത്തെ നിയമം മാറ്റുക എന്നത് രാജ്യദ്രോഹപരമാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന ജിഹാദികൾക്ക് വേണ്ടി ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം കാര്യങ്ങളെ മാറ്റുന്നതിനോട് ഒട്ടും ന്യായീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, മഹാരാഷ്ട്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനത്തുള്ള നിരവധി അയ്യപ്പ ഭക്തർ മണ്ഡല മാസക്കാലത്ത് ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്നില്ലെങ്കിലും അങ്ങേയറ്റം ദേഹശുദ്ധിയോടെ പാദരക്ഷകൾ പോലും ഉപയോഗിക്കാതെ അവർ നടത്തുന്ന 1.5 മാസക്കാലമുള്ള വ്രതത്തിന് എന്ത് പരിഗണനയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് വേണം കൂടുതൽ പരിഗണന. അല്ലാതെ ഭൂരിഭാഗം വരുന്ന ഹിന്ദു ജനതയെ തഴയുകയും ഒരു പ്രത്യേക മതസ്ഥർക്ക്, അതും ന്യൂനപക്ഷത്തുള്ള ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മതത്തിന് ഇങ്ങനെ ഒരു ആനുകൂല്യം നൽകുന്നതിലൂടെ പ്രതിപക്ഷം അങ്ങേയറ്റം മ്ലേച്ഛവും വിവേചനപരവുമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുക്കളെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തികൾ കോൺഗ്രസ് നിർത്തിയില്ലെങ്കിൽ ജനം വളരെ തീവ്രമായി തന്നെ സർക്കാരിന് നേരെ തിരിയും. അതിനെ മുന്നിടാൻ കോൺഗ്രസിന്റെ ആയുധങ്ങളൊന്നും മതിയാവാതെ വരും. ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യമായ ഇടപെടലുകളുടെ ആകെത്തുകയാണ് കോൺഗ്രസിന് രാജ്യത്തുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഇത്തരം പ്രവർത്തികൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പുകളിലും ജനം മറുപടി നൽകുമെന്ന് തീർച്ച.